ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് SSAയും DPEPയെ കുറിച്ചുമാണ്. സോ SSA നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് അല്ലേ. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് 2001 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി തന്നെയാണ് അതിനെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലേ. നമ്മുടെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു SSA അഥവാ സർവശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഏജ് 6 to 14 ഇയേഴ്സ് അല്ലേ. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 21A കീഴിൽ പോസ്റ്റുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനൊരു ലീഗൽ ബാക്കിംഗ് കൂടെ ലഭിച്ചുകൊണ്ടുള്ള ഒന്ന് തന്നെയായിരുന്നു SSA എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ SSA seeks to fulfill the mandate of this right in a time bound and systematic manner, ensuring that every child receives access to quality based ആയിട്ടുള്ള elementary education അല്ലേ. ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം ലഭിക്കുന്നതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള പ്രോബ്ലം ഇല്ല. എല്ലാവർക്കും ആമ്പിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു SSAൻ്റെ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കീ ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ്? SSA എന്ന് പറയുന്നത് ബേസിക്കായി നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റുലേഷനുമായി റിലേറ്റ് ചെയ്ത് എപ്പോഴും പറയുന്ന ഒന്നാണ് SSA എന്ന് പറയുന്നത്. അടൽ ബിഹാരി വാജ്പേയി ആണ് ഇതുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2010 കൂടിയാണ് ശരിക്കും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ടാബുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞത്. പിന്നീട് അതിൻ്റെ ടാബുലേഷൻ ഫിഗർ എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. ഈ സ്കീം ടാർഗറ്റ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഏകദേശം 193 മില്യൺ ചിൽഡ്രനെ ആയിരുന്നു. ആൻഡ് ബേസിക്കലി 1.1 മില്യൺ ഹാബിറ്റേഷൻസിനെ ആയിരുന്നു. അതായത് നമുക്ക് ബേസിക്കലി അറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി എഡ്യൂക്കേറ്റഡ് ആവുന്ന സമയത്ത് ഒരു സമൂഹമാണ് എഡ്യൂക്കേറ്റഡ് ആകുന്നത് അല്ലേ. ഒരു കുട്ടി എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ആ വീട്ടിലുള്ളവർ മാത്രമല്ല ചുറ്റുപാടുള്ള എല്ലാവരുമാണ് എന്താകുന്നത്, എഡ്യൂക്കേറ്റഡ് ആകുന്നത്. ആൻഡ് ദാറ്റ് വുഡ് ക്രിയേറ്റ് റിയൽ മിറാക്കിൾസ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ് ശരിക്കും സർവശിക്ഷ അഭിയാന് ഒരു ലീഗൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തത്. നമുക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ. അതാണ് ബേസിക്കലി നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 21A കീഴിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെയും ഒരു ബേസിക് നൊട്ടേഷനായി നമ്മൾ ഓതറൈസ് ചെയ്യുന്നത്. NEP 2020 എന്ത് തന്നെയാണ് ബേസിക്കലി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ബേസിക്കലി 2 crore ഓഫ് ദ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 2019 ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏകദേശം 6.2 കോടി സ്കൂൾ ഏജ് ചിൽഡ്രനെ ആയിരുന്നു ബേസിക്കലി 2015 കൂടി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഇനി അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, ആക്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. പുതിയ സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യുക, പല ഏരിയകളിലും നമുക്കറിയാം ഇന്നും റിമോട്ട് ഏരിയകളുണ്ട് അല്ലേ. നമ്മൾ ഇത്രയും ഡെവലപ്ഡ് ആയി ഹയർ സ്വാപ്സിലേക്ക് എത്തി എന്ന് പറഞ്ഞാലും ഇന്നും കൃത്യമായിട്ടുള്ള ഫോമിൽ ഡെവലപ്മെൻ്റ് എത്താത്ത ഏരിയകളുണ്ട് അല്ലേ. അപ്പം അവിടെ പുതിയ സ്കൂളുകൾ എന്ത് ചെയ്യുക, എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. ഈ ചില സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി അത്രത്തോളം പൊട്ടൻഷ്യൽ ആവില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ എവിടെയാണോ അഡീഷണൽ ആയിട്ടുള്ള സ്കൂളിംഗ് ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുള്ളത് അവിടെ പുതിയ സ്കൂളിംഗ് ഫെസിലിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യുക. അതുപോലെ അഡീഷണൽ ആയിട്ട് ക്ലാസ് റൂം കൺസ്ട്രക്ഷൻസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുക.
ടോയ്ലറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസ് ആൻഡ് സർവീസസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാൻറ്റുകൾ, അതായത് സ്കൂളുകൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ദാറ്റ് പെർട്ടിക്കുലർ ടൈം സ്കൂളുകൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാൻസും ഓപ്ഷൻസും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട്. ഒന്ന്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ കീഴിൽ വരുന്ന ആദ്യത്തത് ആക്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അടുത്തത് വരുന്നത് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട്സ്. വളരെ കൃത്യമായി ഓരോ സ്കൂളുകളിലെ കുട്ടികൾക്കും ഫ്രീ ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും കൊടുക്കുക. ചില കുട്ടികൾക്ക് യൂണിഫോം വാങ്ങാനോ ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യാനോ ഒന്നും ഓപ്ഷൻ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ ഓഫർ ചെയ്യുക, യൂണിഫോംസ് ഓഫർ ചെയ്യുക. അതേപോലെ തന്നെ ഏതെങ്കിലും സ്കൂളുകളിൽ ടീച്ചർമാരുടെ ഷോർട്ടേജ് ഉണ്ട്, കുട്ടികളുടെ കൗണ്ട് കൂടുതലാണ്, ഉള്ള അധ്യാപകരെ കൊണ്ട് അവരെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണെങ്കിൽ അഡീഷണലായി ടീച്ചേഴ്സിനെ വെക്കണമെങ്കിൽ ടീച്ചേഴ്സിനെ വെക്കുക എന്നുള്ളതും ഇതിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ്. ഇനി അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കപ്പാസിറ്റി, നമുക്കറിയാം ടീച്ചർ എന്ന് പറയുമ്പം ഡൈനാമിക് ആയിരിക്കണം അല്ലേ, ടെക്നോളജിക്ക് അനുസരിച്ച് എപ്പോഴും ഡ്വെൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൊണ്ടുവരിക. പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ടീച്ചർ ലേണിംഗ് മെറ്റീരിയൽസ്, ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അത് ഡെവലപ്പ് ചെയ്യുക പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല ഒരു സ്കൂളിന്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു സർവശിക്ഷ അഭിയാൻ്റെ കീഴിൽ അവർക്ക് ഗ്രാൻറ്റുകൾ കിട്ടും. ആ ഗ്രാൻറ്റ് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതേപോലെ അക്കാഡമിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരിക. ഡിസ്ട്രിക്ട് ലെവലിലും ക്ലസ്റ്റർ, ബ്ലോക്ക് ലെവൽ, ഈ ലെവൽസിലെല്ലാം അക്കാഡമിക് ക്ലബിംഗ് കൊണ്ടുവരിക, സപ്പോർട്ട് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് ക്വാളിറ്റി ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ലൈഫ് സ്കില്ലുകൾ, വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. അതേപോലെ ഗേൾ എഡ്യൂക്കേഷൻ, ഇപ്പം നമ്മൾ പറയുന്നു ഗേൾസിനെ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റി ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കൃത്യമായിട്ട് അത് ആ ടാർഗറ്റഡ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഗേൾസിന് കുറച്ചുകൂടെ ലിബറേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ കാണും, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം കൊണ്ടുവരിക. ഇതിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ് സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, മുസ്ലിം മൈനോറിറ്റീസ്, ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, മാർജിനലൈസ് സെക്ഷൻസ്. ഇവരൊക്കെ നമുക്ക് ചുറ്റുപാട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻസ് മാർക്ക് ചെയ്യുക. അടുത്തത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ്റെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് എന്താ, സ്കൂളിംഗ് തന്നെയാണ് അല്ലേ. ഒരു കുട്ടിക്ക് പോലും എഡ്യൂക്കേഷൻ കിട്ടാത്ത സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി എൻറോൾമെൻറ്റ് ഓപ്ഷൻസ് കൊണ്ടുവരിക. അതേപോലെ അവർ എലിമെൻ്ററി പാത്ത് അല്ലെങ്കിൽ എലിമെൻ്ററി ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഒരു താങ്ങ് കൊടുത്ത് അവർ 6 മുതൽ 14 വയസ്സ് വരെ എഡ്യൂക്കേഷൻ മിസ് ചെയ്യാതെ കണ്ടിന്യൂസ് ലേണിങ്ങിനുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എലിമെൻ്ററി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. ഒരു കുട്ടി, നമ്മൾ വീണ്ടും പറയുകയാണ് അല്ലേ, ഒരു കുട്ടി ഡെവലപ്ഡ് ആകുമ്പോൾ, എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ആ കുട്ടി മാത്രമല്ല അവിടെ എഡ്യൂക്കേറ്റഡ് ആകുന്നത്, മറിച്ച് ആരും കൂടിയാ, ഒരു സമൂഹമാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത് അല്ലേ. ഇനി കൺവെർജൻസ് ഓഫ് ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് സ്കീംസ് ഇൻ SSAയുടെ കീഴിൽ വരുന്ന മിനിസ്ട്രീസ് നമ്മൾ പറയുകയാണെങ്കിൽ കൊളാബ് ചെയ്യുന്ന മിനിസ്ട്രീസ്, ഒന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇവിടെ മോഡൽ ക്ലസ്റ്റർ സ്കൂളുകൾക്ക് ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്സ് എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, റെഫറൽ ഹോസ്പിറ്റൽസ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ വഴി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെൽത്ത് ഫാമിലി വെൽഫെയർ റിലേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. അടുത്തത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അവർ വളരെ ഇമ്മൻസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. മിഡ് ഡേ മീൽ സ്കീമുകൾ ചില ഫാമിലീസിലൊക്കെ അഡീഷണൽ ആയിട്ട്, ഇപ്പം മിശ്ര ആൻഡ് പുരിയുടെ ഇന്ത്യൻ എക്കോണമി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അഡീഷണൽ ആയിട്ടൊരു കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ ആ ഫാമിലിക്ക്
അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ആണെന്ന്, അതായത് ആ കുട്ടിയെ കൂടി ജോലിക്ക് വിട്ട് വരുമാനം ലഭിക്കുമെന്ന്. പക്ഷെ ഇവിടെ പറയുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോവാത്തത് അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അവർ തന്നെ ജോലിക്ക് പോകണം എന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോഴാണ്. ദാറ്റ് വുഡ് ബി റിയലി ഹെക്ടിക് കണ്ടീഷൻ അല്ലേ. അപ്പം അതില്ലാതെ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ മിഡ് ഡേ മീൽ മെക്കാനിസം കൊണ്ടുവന്നാൽ കൃത്യമായി അവരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഉച്ചക്കഞ്ഞി വിതരണം ലഭിക്കുന്നു അല്ലേ. അതേപോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻസ് കൊണ്ടുവരിക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ചില കുട്ടികൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്താലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, അങ്ങനത്തെ അവർക്ക് NIOS സംവിധാനവും ഇതിൻ്റെ കീഴിൽ നടപ്പിലാക്കുക. പിന്നെയുള്ളത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. അവിടെ പ്രീ സ്കൂൾ ലേണിംഗ്, അതുപോലെ ഏർലി എൻറോൾമെന്റ്, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് ICDS ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബേസിക്കലി എന്ത് ചെയ്യുക, കുട്ടികളുടെ എൻറോൾമെന്റ് ഓപ്ഷൻസ് കുറച്ചുകൂടെ അതെയർ ചെയ്യുക. അതേപോലെ സ്റ്റേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജിയോസ്പേഷ്യൽ ടെക്നോളജി കൊണ്ടുവരിക, അതായത് കൃത്യമായി ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ടാബ്ലേറ്റ് ചെയ്യുക. അടുത്തത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഉണ്ട്. ഇവിടെ ബേസിക്കലി റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് നമുക്കറിയാം. ഇപ്പം നമ്മൾ MRS സ്കൂളുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ റീസെൻ്റ് ആയിട്ട് പുതിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്കൊക്കെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററിൻ്റെ കീഴിൽ ബേസിക്കായിട്ട് എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്ത് അത്തരത്തിലുള്ള കുട്ടികൾക്കും പഠിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവരിക. ഇനി നമ്മൾ 1950 കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ആണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ, അത് അവിടെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യം നടപ്പിലാക്കണം. ഓഫ് കോഴ്സ് നമ്മളത് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കംസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. ഇവിടെ എന്തായിരുന്നു വെച്ചാൽ റിട്ടൻഷനെ കുറിച്ച് 14 വയസ്സ് വരെയും കുട്ടികൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതെല്ലാം SSAയുമായിട്ട് ടാബ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അഡീഷണൽ ആയിട്ട് സ്വാപ്പിംഗ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ടുവരിക. നമ്മുടെ ലക്ഷ്യം $5 ട്രില്യൺ എക്കോണമിയാണ്. അതിനെന്ത് വേണം, നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതേപോലെ ഷഗുൻ പോർട്ടൽ ഉണ്ട്. ഇത് SSAന്റെ പ്രോഗ്രസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2017 ഇത് വന്നത്. അതുപോലെ ശാല സിദ്ധി ഉണ്ട്. ഇവിടെ എന്താ വെച്ചാൽ SSAയുടെ ഗോള് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് കൃത്യമായിട്ട് SSAന്റെ ഗോള് ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തത് സ്വച്ഛ് വിദ്യാലയ, അത് നാഷണൽ ക്യാമ്പയിനാണ്. ക്ലീൻ ഇന്ത്യ, ക്ലീൻ സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സ്കൂളുകൾക്കും പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റി, സാനിറ്റേഷൻ ഫെസിലിറ്റി, ഹൈജീൻ ഫെസിലിറ്റി ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് SSAയുടെ കീഴിൽ വരുന്നത്. അപ്പം SSA എന്ന് പറഞ്ഞാൽ സർവശിക്ഷ അഭിയാൻ അല്ലേ. ബേസിക് ആയിട്ട് എന്താ ടാബുലേറ്റ് ചെയ്യുന്നത്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 to 14 ഇയേഴ്സ് അല്ലേ. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നൊട്ടേഷനായി നമ്മൾ പറയുന്നത്. അടുത്തത് DPEP ആണ്. DPEP എന്ന് പറയുന്നത് ബേസിക്കലി ദ മോഡിഫൈഡ് പോളിസി 1992 ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 സ്റ്റേറ്റ്സ് it shall be ensured that free and compulsory education of satisfactory quality is provided to all children up to 14 years of age before we enter the 21st century. 21st century ടൈം സ്പാനിലേക്ക് നമ്മൾ കയറുമ്പോഴേക്കും കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ റാപ്പിഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. ഈ പാസ്റ്റ് ഡെക്കേഡ്സിലേക്ക് നമ്മൾ പോയാൽ പലതരത്തിലുള്ള മെഷേഴ്സും ഗവൺമെൻറ് ഇതിനായി അഡെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. 6 to 11 ആൻഡ് ടു ബ്രിങ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 to 14 എന്ന് തന്നെയാണ് നമ്മൾ പരാമർശിക്കേണ്ടത്. റാപ്പിഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ട്രാൻസ്ഫോർമേഷൻ മെക്കാനിസത്തിന് തന്നെയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പലതരത്തിലുള്ള സ്കീംസ്, പ്രൊജക്ട്സ് ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ DPEP മെക്കാനിസം വരുമ്പോൾ
ആസ്വദിച്ചുകൊണ്ട് അല്ലെ, അതായത് ഒരു കുട്ടിക്ക് പോലും പ്രപഞ്ചവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് അസ് എന്നതിനെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടാബുലേറ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച ഏറ്റവും, അല്ലെങ്കിൽ അത് ടാബുലേറ്റ് ചെയ്തത് മുഖാന്തരം വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്ററി എഡ്യൂക്കേഷനിൽ റാപ്പിഡായി മാറ്റം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ച് വന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു DPEP പദ്ധതി അല്ലെങ്കിൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഫിനാൻഷ്യൽ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി, വേൾഡ് ബാങ്കിൻ്റെ സപ്പോർട്ടോട് കൂടിയൊക്കെയാണ് നമുക്ക് ആക്ച്വലി DPP മെക്കാനിസം ഒറിജിനേറ്റ് ചെയ്യാനായി സാധിച്ചത്. ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ആൻഡ് ബേസിക്കലി കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് ഓരോ സ്റ്റേറ്റ് ലെവൽ ഓട്ടോണോമസ് ബോഡീസിനെയും ടാബുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നു DPEP എന്ന് പറയുന്നത്. ബേസിക്കലി ഇവിടെ ജനറൽ കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് ആൻഡ് മെയിൻലി there are 3 functions of diet. ഇതിൻ്റെ കീഴിൽ വരുന്നതാണ് ഡയറ്റ് ഒറിജിനേഷൻ, അതിൻ്റെ അകത്ത് ട്രെയിനിങ് ആൻഡ് ഓറിയൻറ്റേഷൻ, റിസോഴ്സ് സപ്പോർട്ട്, ആക്ഷൻ റിസർച്ച്, ഇങ്ങനെ 3 ഏരിയാസ് ആണ് വരുന്നത്. ഒന്ന് ട്രെയിനിങ് ആൻഡ് ഓറിയൻറ്റേഷൻ, അവിടെ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ്. ഇപ്പോൾ DPP സിസ്റ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ ക്വാളിറ്റി എൻലാർജ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, എൻറിച്ച് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് ഓപ്ഷൻസ് കിട്ടണം. അതേപോലെ ഇൻസ്ട്രക്ടേഴ്സ്, സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു എഡ്യൂക്കേഷണൽ റിഫോർമേഷൻ, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, അതുപോലെ വോളണ്ടറി ഓർഗനൈസേഷൻസിനെ ടാബുലേറ്റ് ചെയ്യുക. അതുപോലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം DPP ഒക്കെ വന്ന സമയത്ത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഭയങ്കരധികം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അത് പ്ലാൻ ചെയ്യുക, വളരെ എഫക്റ്റീവായി മാനേജ് ചെയ്യുക. നെക്സ്റ്റ് റിസോഴ്സസ് സപ്പോർട്ട്സ്. റിസോഴ്സസ് സപ്പോർട്ട്സിൽ വരുന്നത് അക്കാഡമിക് സപ്പോർട്ട്സ്, സ്കൂൾ കോംപ്ലക്സിന് ആവശ്യമായിട്ടുള്ള, കാരണം കുട്ടികളെ പ്രകൃതിയിലേക്ക് വിട്ടുകൊണ്ടുള്ളൊരു അല്ലെങ്കിൽ ചുറ്റുപാട് എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് അല്ലേ, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകൾക്ക് അവരുടെ ഒരു വളരെ ഫോർമേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഒറിജിനേഷൻ കൊടുക്കുക. ലേണിംഗ് സെൻറ്റേഴ്സ് ടീച്ചേഴ്സിനും ഇൻസ്ട്രക്ടേഴ്സിനും ഒക്കെ അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്താലേ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അടുത്തത് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് തന്നെ നമ്മൾ കേർട്ട്ലിവിൻ്റെ പഠിക്കാനുണ്ട് അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് എൻലാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ഫ്ലോസ് വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഇന്നോവേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസസ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇതൊക്കെ DPP വന്നോടുകൂടിയാണ് നടക്കുന്നത് അല്ലേ. ശരിക്കും യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഇതിനെയെല്ലാം ടാബുലേറ്റ് ചെയ്യാനും സിസ്റ്റമാറ്റിക്കായി കോർഡിനേറ്റ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാനും ഇതാണ് ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡയറ്റാണ് ഇത്തരത്തിൽ ടീച്ചേഴ്സിനെ ഈ ഒരു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻസിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ബോഡി ആയിരുന്നു ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് ഈ രണ്ടിനെയും കീഴിൽ വരും. ഡയറ്റ് വരുന്ന സമയത്ത് മാസ് ഇലിറ്ററസി, ഡ്രോപ്പ് ഔട്ട്സ്, അതേപോലെ എലിമെൻ്ററി സ്റ്റേജിൽ തന്നെ ഒരു സ്റ്റാഗ്നേഷൻ വരിക മുതലായ കാര്യങ്ങളില്ലാതെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ജേർണി, കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ജേർണി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഒറിജിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ലക്ഷ്യം ആയിരുന്നു. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. താങ്ക് യു.